നമസ്തേ. ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ഞാൻ അജയൻ ശാന്തി കടയ്ക്കൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം തിരുവാതിര നക്ഷത്രക്കാരുടെ സ്വഭാവ വിശേഷതകളും അവർ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടുന്ന പരിഹാര കാര്യങ്ങളും ജീവിത വിജയം നേടുവാൻ അവർ അനുഷ്ഠിക്കേണ്ടുന്ന കർമ്മങ്ങളും അതിനെപ്പറ്റിയൊക്കെയാണ്. തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ള സജ്ജനങ്ങൾ ഇത് ശ്രവിച്ച് ഇതിൻ്റെ പരിഹാരാദികൾ ചെയ്ത് ജീവിത വിജയം കരസ്ഥമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആകാശമണ്ഡലത്തിൽ തീക്കട്ട പോലെ കാണപ്പെടുന്ന ഏക നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രം ഭഗവാൻ മഹാദേവൻ്റെ നക്ഷത്രമാകൊണ്ട് പ്രസിദ്ധമാണ്. ഇവർ മിഥുനം രാശിയിലാണ് തിരുവാതിര നക്ഷത്രക്കാരുള്ളത്. മിഥുനം രാശിക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാർ. മനുഷ്യഗണവും സ്ത്രീ യോനിയും ആയിട്ടുള്ള നക്ഷത്രക്കാരാണ്. ഇവരുടെ മൃഗം ആൺശ്വാവ്, ചകോരം പക്ഷി, കരിമരം വൃക്ഷം എന്നിങ്ങനെയാണ്. മഹാദേവനാണ് ഇവരുടെ ദേവത. ദശാനാഥൻ രാഹുവും ആകുന്നു. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് മിഥുനൻ രാശിയാധിപനായിട്ടുള്ള ബുധൻ്റെ ചില പ്രത്യേകതകൾ അവരിൽ ദർശിക്കാവുന്നതാണ്. വിദ്യയിൽ സമർത്ഥരാകുക, അതുപോലെ തന്നെ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നല്ല സംസാരപ്രിയത്വം, ഫലിതങ്ങൾ നന്നായി പറയുവാനും മറ്റുള്ളവരെ രസിപ്പിക്കാനുമുള്ള കഴിവ്. ഇത്തരത്തിൽ തിരുവാതിര നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ ഇടയിൽ ശ്രദ്ധ നേടിയെടുക്കുവാൻ സാധിക്കുന്നവരാണ്. ഈ കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന സ്വഭാവമൊക്കെ ഉള്ളതുകൊണ്ട് ഈ തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ടവരുമായിട്ടുള്ള ചങ്ങാത്തം അവരുമായിട്ടുള്ള സൗഹൃദം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പല രീതിയിലും തിരുവാതിര നക്ഷത്രക്കാർ സമൂഹത്തിൽ ശ്രദ്ധേയരാകാറുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ സംസാരം, അവർ മറ്റുള്ളവരോടുള്ള ആത്മാർത്ഥത മുതലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നവരാണ്. ഇവരിൽ നമുക്ക് സാധാരണയായി തിരുവാതിര നക്ഷത്രക്കാരിൽ കണ്ടുവരുന്ന മറ്റൊരു സ്വഭാവം, ഇവർ അഭിമാനികളാണ്. അത് ഒരർത്ഥത്തിൽ ദുരഭിമാനം എന്ന് നമുക്ക് പറയാവുന്ന തരത്തിൽ ഉള്ള അഭിമാനബോധം ഇവരിലുണ്ട്. ഇവരുടെ ഇഷ്ടത്തിനും സ്വാതന്ത്ര്യത്തിനും വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരെ ഇവർ ശത്രുക്കളായി തന്നെ കണക്കാക്കുകയും അതുപോലെ തന്നെ പെട്ടെന്ന് കോപം വരികയും ചെയ്യും. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ പെട്ടെന്ന് കോപിക്കുകയും എന്നാൽ അത്ര കണ്ട് വേഗം തന്നെ ആ കോപം ശമിക്കുകയും ചെയ്യുന്ന നക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാർ. ഇവരുടെ ഈ അതിര് കവിഞ്ഞ ഒരു ആത്മാഭിമാന ബോധം കൊണ്ട് ആരുടെയും മുന്നിൽ തലകുനിക്കില്ല എന്നുള്ള നിശ്ചയവും ഇവർക്ക് പല അവസരങ്ങളെയും നഷ്ടപ്പെടുത്തും എന്നുകൂടി തിരുവാതിര നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ അഭിമാനബോധം, അതിയായിട്ടുള്ള അഭിമാനബോധം കൊണ്ട് പല അവസരങ്ങളും പലയിടത്തും ചെന്ന് മുട്ടുവാനോ അല്ലെങ്കിൽ പലയിടത്തും ചെന്ന് നമുക്ക് അഭ്യർത്ഥിക്കുവാനോ ഉള്ള കാര്യങ്ങൾ വരെ ഇവർ മാറ്റിവെക്കുന്നത് കൊണ്ട് ഇവർക്ക് പല അവസരങ്ങളും നേട്ടങ്ങളും ജീവിതത്തിൽ നഷ്ടമാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രക്കാർ പല വിഷയങ്ങൾ പഠിക്കും, ചിലതൊന്നും പൂർത്തീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതി തിരുവാതിര നക്ഷത്രക്കാരിൽ കണ്ടുവരുന്നുണ്ട്. ഭാഗ്യാധിപനായിരിക്കുന്ന ശനിക്ക് അഷ്ടമാധിപത്യം കൂടി ഉള്ളതുകൊണ്ട് ഗുണവും ദോഷവും സമ്മിശ്രമായിട്ട് അനുഭവിക്കാനുള്ള സാധ്യതയാണ് തിരുവാതിര നക്ഷത്രക്കാരിൽ കാണുന്നത്. ഇവരുടെ ദാമ്പത്യ ബന്ധം കുറച്ച് സമ്മിശ്രാനുഭവങ്ങളെ തരും എങ്കിലും പൊതുവിൽ നല്ല ദാമ്പത്യ ബന്ധ ഫലമാണ് തിരുവാതിര നക്ഷത്രക്കാർക്കുള്ളത്. സഹനശക്തി, തിരുവാതിര നക്ഷത്രം പുരുഷന്മാർക്കാണെങ്കിൽ സഹനശക്തിയുള്ള ഭാര്യമാരാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഭാര്യമാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നത് തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ള പുരുഷന്മാരോട് ജീവിക്കുവാനുള്ള ആ ഒരു അവസരം കൂടുതൽ, ജീവിക്കുവാനുള്ള സുഗമമായി പോകുവാനുള്ള മാർഗം തരും എന്നുള്ളതാണ് കണ്ടുവരുന്നത്. അപ്പോൾ പല കാര്യങ്ങളിലും ഇവർ സംശയദൃഷ്ടിയോടുകൂടി വീക്ഷിക്കുക, ഒരു പൂർണ്ണമായി ബോധ്യം വരുത്തി കാര്യങ്ങൾക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ ഇവരുടെ പ്രത്യേകതകളാണ്. തിരുവാതിര നക്ഷത്രക്കാർ പല കാര്യങ്ങളിലും ആത്മനിയന്ത്രണം പാലിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അതിൽ വളരെയധികം ശ്രദ്ധിക്കുക. നിയന്ത്രണമില്ലായ്മ
ജീവിതത്തിൽ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കും എന്ന് മനസ്സിലാക്കുക. പല വിധത്തിലുള്ള ആരോപണങ്ങൾ ജീവിതത്തിൽ നേരിടുവാനുള്ള സാധ്യത നല്ലൊരു ശതമാനം തിരുവാതിര നക്ഷത്രക്കാർക്കുമുണ്ട്. തിരുവാതിര നക്ഷത്രക്കാർ അത്തരം സാഹചര്യങ്ങളെ കരുതിയിരിക്കുകയും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. തനിക്ക് ദോഷം എന്ന് കാണുന്ന ദോഷകരമായി വരാവുന്ന ആരോപണ സാധ്യതയുള്ള വിഷയങ്ങളിൽ നിന്ന് തിരുവാതിര നക്ഷത്രക്കാർ അകന്നു നിൽക്കാൻ ശ്രദ്ധിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. ഇവർക്ക് ബുധൻ്റെ ഒരു സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ എഴുത്ത്, സാഹിത്യം, വാഗ്മിത്വം, അധ്യാപനം, IT മേഖലകൾ മുതലായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശോഭിക്കുവാൻ സാധിക്കുന്നതാണ് തിരുവാതിര. അതുപോലെ തന്നെ ഈ ഗതാഗതം, ഔഷധ വ്യാപാരം മുതലായിട്ടുള്ള കാര്യങ്ങളിലും തിരുവാതിര നക്ഷത്രക്കാർ വളരെ ശോഭിച്ച് വരുന്നതായിട്ട് കാണുന്നു. 32 വയസ്സിന് മേലാണ് ഇവർക്ക് കൂടുതലായും ഐശ്വര്യപ്രദമായിട്ടുള്ള സമയം വരുന്നത്. അനുഭവങ്ങളെല്ലാം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും. കുറച്ച് ഗുണമുണ്ടാകുന്നതോടൊപ്പം ചെറിയ ചെറിയ ദോഷങ്ങളും ജീവിതത്തിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നു. ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ച് ജീവിത വിജയം വരിക്കുവാൻ തിരുവാതിര നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരുടെ ദേവത മഹാദേവനായതുകൊണ്ട് നിത്യവും ഓം രുദ്രായ നമ എന്ന് ജപിക്കുന്നത് വളരെ നന്നാണ്. 108 പ്രാവശ്യമൊക്കെ ജപിക്കുന്നത് നമുക്ക് സത്ഫലങ്ങൾ കൂട്ടുവാൻ ഉപകരിക്കുന്നതാണ്. ഇവർക്ക് കണ്ഠ രോഗം, അതുപോലെ തന്നെ അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ചെവി മുതലായ ഭാഗങ്ങളിൽ വരാവുന്ന രോഗങ്ങളെ വളരെ കരുതിയിരിക്കണം. അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ തുടക്കത്തിൽ തന്നെ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്നുകൂടി തിരുവാതിര നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക. പൂയം, മകം, ഉത്രം, ഉത്രാടം, തിരുവോണം എന്നീ നക്ഷത്രങ്ങൾ ഇവർ തിരുവാതിര നക്ഷത്രക്കാർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ്. ഇത്തരം നക്ഷത്രക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ട്, ബിസിനസ്സുകൾ, കൊടുക്കൽ വാങ്ങലുകൾ മുതലായവയൊക്കെ തിരുവാതിര നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. കറുപ്പ്, കടും നീല എന്നിവയാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ ഭാഗ്യ നിറങ്ങൾ. അതുപോലെ തന്നെ ഇന്ദ്രനീലം, ഗോമേതകം എന്നിവ ഇവർക്ക് ഭാഗ്യരത്നങ്ങളായിട്ട് ധരിക്കുവാൻ സാധിക്കുന്നതാണ്. അതവർക്ക് ഗുണം ചെയ്യും. നവഗ്രഹങ്ങളിൽ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതും മഹാദേവനെ പ്രീതിപ്പെടുത്തുന്നതും സർപ്പഭജനവും ഇവർക്ക് നാഗക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഇവർക്ക് ജീവിത വിജയം ധാരാളമായിട്ടുണ്ടാകും. എന്തായാലും തിരുവാതിര നക്ഷത്രങ്ങൾ ദശാദോഷങ്ങൾക്ക് പരിഹാരം കണ്ടറിഞ്ഞ് അതാത് സമയങ്ങളിൽ പരിഹാരങ്ങൾ ചെയ്താൽ ജീവിത വിജയം സുനിശ്ചിതമായിരിക്കും. എല്ലാവരും ഇത് സശ്രദ്ധം ശ്രവിച്ച് വേണ്ടുന്ന പരിഹാരാദികൾ ചെയ്ത് ജീവിത വിജയം നേടുവാൻ പ്രാർത്ഥിക്കുന്നു. നമസ്തേ.